ദിവ്യബലിയുടെ മഹത്വവും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കാതെ പോകുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയമെന്ന് പറയാം. 1399 പോളണ്ടിലെ പോസ്നാനിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം യഥാർത്ഥത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും അവഹേളിക്കുന്നവർക്കുള്ള മറുപടിയാണ്. അക്കാലത്ത് കത്തോലിക്ക വിശ്വാസത്തെ എതിർത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ പോളണ്ടിലുണ്ടായിരുന്നു. എല്ലാ ആചാരങ്ങളെയും വിശ്വാസ സംബന്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളെയും എതിർത്തുകൊണ്ട് ജീവിച്ചിരുന്ന ഇക്കൂട്ടർ ചേർന്നാണ് പോളണ്ടിലെ ഡൊമിനിക്കൻ ദേവാലയത്തിലെ ദിവ്യകാരുണ്യം മോഷ്ടിക്കാൻ ആലോചന നടത്തിയതും അതിനായി ഒരു സ്ത്രീയെ വീട്ടുവേലക്കാരിയുടെ വേഷം കെട്ടിച്ചുകൊണ്ട് ആ ദേവാലയത്തിൽ എത്തിച്ചതും. പള്ളിയിൽ നിന്നും തിരുവോസ്തി മോഷ്ടിച്ച അവർ ഒരുമിച്ച് കൂടിയത് ഒരു വീടിൻ്റെ നിലവറയ്ക്കകത്തായിരുന്നു. തിരുവോസ്തിയെ അതിൻ്റെ അങ്ങേയറ്റത്തോളം ആക്ഷേപിക്കാനും അവഹേളിക്കാനും തുടങ്ങി. അതിലൊരാൾ കൂർത്ത കമ്പി കൊണ്ട് തിരുവോസ്തിയിൽ ആഞ്ഞുകുത്തി. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നെന്ന പോലെ അവിടെ നിന്നും രക്തം ചിതറിത്തെറിച്ചുകൊണ്ട് ഒഴുകാൻ തുടങ്ങി. അത്ഭുത പരിഭ്രാന്തിയിലായ സംഘം തിരുവോസ്തി ദൂരെ കൊണ്ടുപോയി കളയാൻ തീരുമാനിച്ചു. ആ സമയം കൂട്ടത്തിലുണ്ടായിരുന്ന അന്ധയായ ഒരു പെൺകുട്ടിക്ക് കാഴ്ച കിട്ടിയത് ശ്രദ്ധിച്ചത് അപ്പോഴാണ്. തിരുവോസ്തിയിൽ നിന്നും തെറിച്ച രക്തം അവളുടെ കണ്ണുകളിൽ വീണിരുന്നു. അവർ ഭയന്ന് തിരുവോസ്തി പട്ടണത്തിന് പുറത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കളഞ്ഞു. ആ സമയം അതുവഴി കടന്നുപോയ ഒരാൾ അവിടെ അസാധാരണമായ പ്രകാശം കണ്ട് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ദിവ്യകാരുണ്യമാണ്. തുടർന്ന് സ്ഥലത്തെ മെത്രാൻ അവിടെ എത്തുകയും തിരുവോസ്തി വീണ്ടെടുക്കുകയും ചെയ്തു. ആ ദിവ്യകാരുണ്യം ഇപ്പോഴും സെൻറ് മേരി മഗ്ദലേന പള്ളിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ദേവാലയത്തിൽ നടത്തുന്ന പ്രദക്ഷിണങ്ങൾക്ക് ഇപ്പോഴും ആരാധിച്ചു വരുന്നത് അന്ന് അത്ഭുതമായി മാറിയ ഈ ദിവ്യകാരുണ്യമാണ്. നമുക്കും ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാനും ഈശോയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.